ഇറാനിൽ കടന്നാക്രമിച്ച് സയനിസ്റ്റ് ശക്തികളായ ഇസ്രയേലും ഒപ്പം കൂടിയ അമേരിക്കയും ആ രാജ്യത്തിൻ്റെ തലവനെ വധിക്കുകയും അതുകൂടാതെ പിഞ്ച് പെൺകുഞ്ഞുങ്ങളെ അടക്കം നിഷ്ഠുരമായി കൊല ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും നിങ്ങളൊന്ന് പേജുകളിൽ കയറി നോക്കണം. നമ്മുടെ സമുദായ സംഘടനന്മാരുടെ പേജുകളിലൊന്നും വികാരവായ്പോടെയുള്ള കുറിപ്പ് കാണാനില്ല. വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു പരലോക ചിന്തയില്ല. സൂക്ഷ്മത പുലർത്തി ദീനിൻ്റെ അഹ്കാമുകൾ പറയുന്നില്ല. ഹക്കും ബാത്തിലും വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ന്യൂനതകളും അന്യൂനതകളും പറയുന്നില്ല. ഹായും വേർതിരിച്ച് ഉച്ചരിക്കുന്നുമില്ല. എല്ലായിടവും മൗനമാണ്. എന്താ മൗനം? മൗനത്തിന് കാരണം ഇറാനോടുള്ള വല്ല വിരോധമാണോ? അല്ലെങ്കിൽ അമേരിക്കയോട് ഇസ്രയേലിനോടുമുള്ള ഇഷ്ടമാണോ? സുന്നി ഷിയ വിഷയത്തിലുള്ള സൂക്ഷ്മതയാണോ? ഒന്നുമല്ല. എന്താ കാരണം? തിരിച്ചടിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകളെ അടിച്ചത് അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യർക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ ആ മനുഷ്യരെക്കാൾ ഇനി ചിലപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് പലതും ഓപ്പറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിന് കുറച്ച് വെല്ലുവിളി നേരിടുകയും ഓരോ സംഘടനക്കാരനും പറയുന്നത് മറ്റേ സംഘടനക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ മന്ത്രാലയങ്ങളിൽ എത്തിച്ച് ഇനി യാത്രാ ബുദ്ധിമുട്ടുകളോ കളക്ഷൻ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് പലർക്കും ഭയമുണ്ട്. ചിലരൊക്കെ ഈ പറയുന്ന സംഗതി ചെയ്തത് 2-3 ദിവസമായിട്ട് ആഗോളതലത്തിൽ കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചും പിന്നെ പ്രവാസി ലോകത്തെ മനുഷ്യരുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് എഴുതി എവിടേക്കോ ആയി അങ്ങ് പോവുക. ആകെ ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞത് കുഞ്ഞുങ്ങളെ വെച്ചെങ്കിലും അൻസാരി സുഹരി ഉസ്താദ് പറഞ്ഞു. പിന്നെ രണ്ടാമത് മനോഹരമായൊരു കുറിപ്പ് കണ്ടപ്പോഴാണ് ഞാനിത് ഓർത്തത്. ബഷീർ ഫൈസി ദേശമംഗലം എന്ന് പറയുന്ന പണ്ഡിതൻ, അടർക്കളത്തിൽ അടരാടി വീരചരമം വരിക്കുന്നത് വീറുറ്റ പോരാളികൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യമാണ്. ആലസ്യത്തിൻ്റെ ഹിമത്തണുപ്പിൽ സ്വയസുഖ പർദീസകൾ കിളക്കം വരാതിരിക്കാൻ മൗനവാൽമീകത്തിൽ അഭയം തേടുന്ന അറബ് പ്രാചീന അധികാരവാഴ്ചകളുടെ ആധുനിക രാജാനുക്കന്മാർക്ക് സുഖമരണമാകും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല. ഒരു നാൾ ശത്രു നിങ്ങളുടെയും അധികാരക്കോട്ടകളിലേക്ക് ഇരച്ചു കയറും. അന്ന് നിങ്ങൾക്ക് വേണ്ടി കരയാൻ ശ്വാനന്മാർ പോലും ബാക്കിയുണ്ടാവില്ല. അധികം വൈകാനില്ല. പടിഞ്ഞാറിൻ്റെ വലക്കണ്ണികളിൽ കുടുങ്ങിപ്പോയ സാംസ്കാരിക അടിമത്തത്തിന് മണ്ണിനെ പരുവപ്പെടുത്തി കൊടുക്കുന്ന നിങ്ങൾക്ക് സ്പെയിൻ നഷ്ടമായപ്പോൾ കരഞ്ഞ രാജാവിൻ്റെ ഗതി വരാതിരിക്കട്ടെ. അലി ഖുമൈനി യാത്ര പോവുക ധീരനായ പോരാളിയായി തന്നെ, വാടകയ്ക്കെടുക്കാത്തൊരു നട്ടല്ലുകൂടെ ഉണ്ടല്ലോ എന്ന അഭിമാനത്തോടെ. ശരിയാണ്, നിങ്ങളോട് വിയോജിപ്പുകളുണ്ട്. അതൊരിക്കലും നിങ്ങളിപ്പോൾ ഷഹാദത്ത് നേരിടേണ്ടി വന്ന കാരണങ്ങളോടല്ല. കാരണങ്ങൾ വേറെയാണ്. അതൊക്കെ നമുക്കിടയിൽ പറഞ്ഞു തീർക്കാനും തർക്കിക്കാനും കഴിയും. പക്ഷേ അങ്ങയുടെ ഷഹാദത്ത് അങ്ങ് ഷിയ ആയതുകൊണ്ടല്ല. യാങ്കി തമ്പുരാക്കന്മാരുടെ തെമ്മാടിത്തത്തെ ആത്മനിർഭരമായ അപാരശക്തിയോടെ ആധുനിക ലോകത്ത് വെല്ലുവിളിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. ആ ഒറ്റ കാരണം മതി ഞങ്ങൾക്ക് അങ്ങയെ പിന്തുണയ്ക്കാൻ. അനീതിയുടെ മേഘപ്പാളികൾക്ക് നേരെ വില്ലുകുലയ്ക്കാൻ ഒരാളെങ്കിലും എന്ന ആർജവമുള്ള പ്രതീക്ഷ. കർബലകൾ ആവർത്തിക്കാതെ, കഫൻ പുടവയിൽ രക്തവർണ്ണപ്പൂക്കൾ വിരിയാതെ, ഒറ്റപ്പെടലിൻ്റെ ദാഹപ്പെരുമയിൽ യൂഫ്രട്ടീസുകൾ തടയപ്പെടാതെ എളുപ്പത്തിൽ നേടാവുന്ന ഒന്നല്ലല്ലോ ഷഹാദത്ത്. പോവുക പോരാളികളുടെ രാജകുമാര. അവിടെ പർദീസയിൽ പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. കഫൻ പുടവയിൽ കണ്ണുപൂട്ടി ഉറങ്ങി പറന്നുപോയ ഗസയിലെ മാടപ്പുറാവുകൾ. അവർക്ക് വേണ്ടി കൂടിയാണല്ലോ താങ്കളുടെ നാട് ഇതെഴുതുമ്പോഴും പോർക്കളത്തിൽ വീണ് പിടയുന്നത്. പിന്നെ ഇന്നലെ താങ്കളുടെ നാട്ടിലെ സ്കൂളിൽ ഒരു കാരണവുമില്ലാതെ പിടഞ്ഞ ആ കുട്ടികളെ കാണുമ്പോൾ താങ്കൾ അവരോട് പറയുക, കുട്ടികളെ, ലോകത്തെവിടെയുമുള്ള ഭീരുക്കളായ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടെന്ന്. അവർ ചിരിക്കും. കാലങ്ങൾക്കപ്പുറത്ത് പിറക്കാനിരിക്കുന്ന തലമുറകൾ കാണാൻ പോകുന്ന ഇമാം മഹദിയുടെ വരവ്. വയ്യ, ഇനി എഴുതാൻ ഫോണിൻ്റെ സ്ക്രീനിൽ മറച്ച് കണ്ണീർ തുള്ളികൾ ഉരുണ്ടു വീഴാൻ വെമ്പി നിൽക്കുന്നു. അലി ഖുമൈനിയെ ഓർത്തല്ല, ഇങ്ങനെ എഴുതാൻ മാത്രമല്ലേ കഴിയൂ എന്ന് ലജ്ജിക്കുന്ന സഹതയിൽ നിന്നാണ് എൻ്റെ കണ്ണീർ പടക്കുന്നത്. പടച്ചവൻ എല്ലാവർക്കും പെരുത്ത കൃപ ചെയ്യട്ടെ. ബഷീർ ഫൈസി ദേശമംഗലം. ഉജ്ജ്വലമാണ് ഉസ്താദേ ഈ എഴുത്ത്. ഉജ്ജ്വലം, അത്യുജ്വലം. ഇത്രയും മനോഹരമായി ഇന്നത്തെ കാലത്തിൻ്റെ ഈ പറയുന്ന എല്ലാ ശക്തികളെയും ഇങ്ങനെയല്ലാതെ മനോഹരമായി വർണ്ണിക്കാനാവില്ല. ഏതായാലും പോയ വഴികൾ വിശാലമാക്കി കൊടുക്കട്ടെ, പരലോകം വിജയിപ്പിക്കട്ടെ. ഇനിയും നമുക്കിവിടെ ഇരുന്ന് പോയത് വിശ്വാസം ശരിയല്ലാതെ ഷിയായിട്ടാണ്. നമ്മളൊക്കെ നല്ല സുന്നികളാണ്, നമ്മുടെ വിശ്വാസത്തിനോളം മുന്തിയ നീളം വേറൊന്നിനുമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന നോട്ടുകെട്ടുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നു എന്ന് ഇടയ്ക്കിടെയെങ്കിലും ഒന്ന് വെറുതെ പറഞ്ഞു പോകുന്നത്, ഓർത്തു പോകുന്നത് നല്ലതാണ്. ലജ്ജിക്കുന്നു മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുന്നവരെ ഓർത്ത്. സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോലും ഒന്ന് എഴുതാൻ ധൈര്യമില്ലാതെ അവിടെയും അവിടെ നിന്ന് വരുന്ന കനമുള്ള നോട്ടുകെട്ടുകൾ കൊണ്ട് ഇവിടെയുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കണ്ടേ? തുടരുക.
നിങ്ങൾ തുടരുക. അടിമകളോട് ഇതെല്ലാമായാലും ആ അടിമത്തം നിലനിർത്തി സ്വന്തം സംഘടനയുടെ മതിൽക്കെട്ടുകൾക്കകത്ത് നിന്ന് കൂകി വിളിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് ഇവർ വളരട്ടെ, വാനോളം ഒരുപാട് വാഹനങ്ങളിലായി, ഒരുപാട് സ്ഥാപനങ്ങളിലായി, ഏത് മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ വിലക്കെടുക്കാവുന്നവരായി വളരുമ്പോൾ നമുക്ക് അഭിമാനിക്കാമല്ലോ, നമ്മൾ ഊരിയിട്ടതാണ് ഇവരെ ഇങ്ങനെ ആക്കിയതെന്ന്. ഇതൊക്കെ പറയുമ്പോഴും അവസാനമായി മുജീബ് റഹ്മാൻ എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ എഴുതിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് പറയാതെ പോകുന്നില്ല. ബാക്കിയുള്ളവർ ഇനി ഇത് കേട്ട് തുടർന്ന് എഴുതുമായിരിക്കും. എന്നാലും ഇതുവരെ കണ്ടില്ല.